afternoon. ഞാൻ സ്വാതി രവീന്ദ്രൻ. ഞാൻ ജെറിൻ സേവ്യർ. ഞാൻ രമേഷ് വാസുദേവൻ. ഞാൻ നീമ ജോസഫ്. We are from Sahrudia College of Engineering and Technology, Kodagara. Now, ഞങ്ങളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ റീസെൻറ്റ് തട്ടേക്കാട്, തേക്കടി ആൻഡ് മലപ്പുറം ബോട്ട് ആക്സിഡൻറ്റ്സ്. ഞാൻ ഇവിടെ എന്താ ഡിസൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, ആ ആക്സിഡൻസിലൊക്കെ നമ്മൾ എന്താ കാണുന്നത്, ഏതെങ്കിലും ഒരു സൈഡിൽ ടൂറിസ്റ്റ് ഗൈഡ് എന്തെങ്കിലും കാണിച്ചിട്ട് ടൂറിസ്റ്റ് മൊത്തം ആ സൈഡിലേക്ക് പോയിട്ട് ആ സൈഡിൽ വെയിറ്റ് കൂടിയിട്ട് ബോട്ട് ടോപ്പിൾ ഓവർ ചെയ്യും. സോ ടോപ്ലിംഗ് ഓഫ് ദ ബോട്ട് ഇസ് ദ മെയിൻ കോസ് ഫോർ ദ ക്യാപ്സൈസിങ്. ആ ഒരു സിസ്റ്റം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഇസ് വി ആർ ഡിസൈനിങ് എ സിസ്റ്റം വെയർ ആ ഓവർ വെയ്റ്റ് ഓൺ വൺ സൈഡ് ഈസ് ബീങ് ബാലൻസ്ഡ് വിത്ത് ദ വാട്ടർ ഓൺ ദ അതർ സൈഡ്. ഇതാണ് ഒരു കാരണം. ദ സെക്കൻഡ് റീസൺ ഇസ് ദ വിൻഡ്. എക്സസ് വിൻഡ് ഒരു സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അഗെയിൻ ടോപ്ലിംഗ് ആക്ഷൻ ഉണ്ടാവാം. പിന്നെ തേർഡ് റീസൺ, ഇപ്പോൾ ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ബോട്ടിലേക്ക് കയറണമെങ്കിൽ ആളെ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും കൈകൊണ്ട്. അങ്ങനെ വരികയാണെങ്കിലും ഒരു ബോട്ടിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. അത് ഒരു റീസണാണ് ടോപ്ലിംഗ് ഓവർ ആക്ഷൻ. നൗ ദിസ് ഇസ് സിസ്റ്റം ദാറ്റ് വി ഹാവ് ഡിസൈൻഡ് ആസ് ആൻ ആൻറ്റി ക്യാപ്സൈസിങ് ബോട്ട്. ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കളീഗ് പറയും. ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ചെരിവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെരിവ് ഏത് സൈഡിലേക്കാണ് നമ്മളൊരു ആക്സിലറോമീറ്റർ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യണം. എന്നിട്ട് അതൊരു കൺട്രോളർ വഴി അത് എത്ര ആംഗിളാണ് ചെരിഞ്ഞിരിക്കണേ, എത്ര ടിൽറ്റ് വന്നിട്ടുണ്ടെന്ന് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിനെ നമ്മൾ 4 ഹള്ളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഹള്ള്, ഇവിടെ ഒരു ഹള്ള്, ഇവിടെ ഒരു ഹള്ളും, ഇവിടെ 4 ചേമ്പേഴ്സ്, 1 ഹിയർ ആൻഡ് 1 ഹിയർ, 4 ചേമ്പേഴ്സ് ടോട്ടലി. അപ്പോൾ ഈ നടുക്കത്തെ 2 ചേമ്പേഴ്സിനകത്ത് നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് വോളിയൂം ഓഫ് വാട്ടർ നമ്മളിതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെരിവ് വരാമെന്നുണ്ടെങ്കിൽ ഈ ആക്സിലറോമീറ്റർ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആംഗിൾ നമ്മൾ ഡിസൈഡ് ചെയ്യും ഏത് സൈഡിലേക്കാണ് ചെരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചെരിഞ്ഞ സൈഡിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഫോർ ഡെമോൺസ്ട്രേഷൻ പർപ്പസിനായിട്ട് ഇപ്പോൾ ഇവിടെ 2 കല്ല് നമ്മളിവിടെ എടുത്ത് വെക്കാൻ പോകണം. അപ്പോൾ നാച്ചുറലി ബോട്ട് ആ സൈഡിലേക്ക് ചെരിയാണ്. സോ വാട്ട് യു ക്യാൻ സീ ഹിയർ ഇസ് ലൈക്ക് ബോട്ട് ദേ താനെ പൊങ്ങി വരുന്നുണ്ട്. As you can see here, the boat they near straight eye. So the action here, what is happening is like we are balancing the weight, the excess weight on one side by transferring water from this side to the other side. പിന്നെ ഈ ബോട്ടിൻ്റെ ടോപ്ലിങ്ങിന് പ്രധാനമായിട്ടുള്ള വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയ്റ്റിംഗ് ഓഫ് പീപ്പിളാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് പീപ്പിൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു ബോട്ടിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ ഒരു വാട്ടർ ലെവൽ സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ ലെവൽ സെൻസർ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത് ബോട്ടിൽ നിന്ന്. അപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് വെയ്റ്റിൽ കൂടുതൽ ആൾക്കാർ കയറി കഴിഞ്ഞാൽ ആ വാട്ടർ ലെവൽ സെൻസ് ചെയ്തിട്ട് ആ എൻജിൻ ഓൺ ആവില്ല ബോട്ടിൻ്റെ. അപ്പോൾ വി ക്യാൻ അവോയ്ഡ് ഓവർ വെയ്റ്റിംഗ് ഓഫ് പീപ്പിൾ. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബോട്ടിന് കൺസീൽ ചേമ്പേഴ്സാണ്. അതായത് നമ്പർ ഓഫ് ചേമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ചേമ്പറിന് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ തന്നെ കുറേ ചേമ്പേഴ്സ് ഉള്ള കാരണം ബോട്ട് സിങ്ക് ആവില്ല. സാധാരണ ഒരു ബോട്ടിൻ്റെ കേസിലാണെങ്കിൽ ആകെ കൂടി ഒരു സ്ഥലത്ത് തന്നെ ഡാമേജ് വന്നാൽ തന്നെ വാട്ടർ സ്പ്രെഡ് ചെയ്ത് സിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ബോട്ട് വെച്ച് ഇത് വളരെ ഫാസ്റ്റ് ആക്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ഇവിടെ വന്ന് ബോട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് വെയിറ്റ് എടുത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ തന്നെ ഇവിടെ വെയിറ്റ് കുറയുകയും ചെയ്തു, ഇപ്പുറത്ത് വെയിറ്റ് കൂടുകയും ചെയ്തു. സോ ഇറ്റ്സ് എ ഫാസ്റ്റർ ആക്ഷൻ. ഒരു ആംഗിൾ ഇപ്പോൾ ഒരു 30 ഡിഗ്രീസാണ് ടിൽറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 ഡിഗ്രി ടിൽറ്റായി കഴിയുമ്പോൾ തന്നെ പമ്പ് വർക്ക് ചെയ്ത് തുടങ്ങി അതിൻ്റെ സ്ട്രെയിറ്റ് ആവുന്ന ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അത് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് ഇതിനൊരു അപ്ലിക്കേഷൻ ലെവലിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാൻഡേറ്ററി സിസ്റ്റം ആക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബോട്ടിലും ഇങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് വളരെ സേഫർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ തട്ടേക്കാട് തേക്കടി ആക്സിഡൻറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു.